ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളൊരു അസുഖം വന്ന് ഇപ്പം എത്രയോ ആൾക്കാർ ക്യാൻസറും മഹാരോഗങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പം നമ്മൾ യൂഷ്വലി എന്താ ആലോചിക്കുക? എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, ഞാൻ ആകെ തളർന്നു പോയി, ഞാനിന്ന് കയറി വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് ഭയങ്കര വീക്കായി നമ്മൾ അസുഖത്തിൻ്റെ കൂടെ പോകും, അങ്ങോട്ട് സ്റ്റക്കാകും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയും? എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഈ സിറ്റുവേഷനിൽ ഞാൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് സേവ് ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് നഷ്ടം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ഫൈനലി ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഞാനെന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കാണ്. എന്നെ നോക്കാൻ ആരുമില്ല. ഞാൻ എന്നെ സഹായിച്ചേ പറ്റൂ, എന്നെ ഞാൻ ചേർത്ത് പിടിച്ചേ പറ്റൂ എന്ന സ്ട്രോങ് ചിന്ത നമ്മളെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്ന പേഷ്യൻസ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ സർവൈവേഴ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരുടെ ഈ ഒരു ചിന്തയാണ്. പിന്നെ അവർ ചിന്തിക്കുന്ന ഒരു യൂഷ്വൽ കാര്യം എന്താണെന്നറിയോ? ഇന്ന് ഈ നിമിഷം വരെ ഞാൻ മരിച്ചിട്ടില്ല, ഈ നിമിഷം വരെ എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദി. അപ്പോൾ അവർ ഓരോ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ എക്സ്റേ സ്കാനിങ് പോലെ പല പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ മരിച്ചു പോവാം. അപ്പോൾ ഈ ഓരോ കാര്യത്തിന് പോകുമ്പോൾ അവരവരുടെ മനസ്സിൽ പറയുന്നത് എന്താ അറിയോ? ഇതുവരെ തന്ന ഈ ഒരു മൊമെൻറ്റ് വരെ എനിക്ക് തന്ന എല്ലാറ്റിനും നന്ദി ദൈവമേ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ നിമിഷം ഞാൻ മരിച്ചിട്ടില്ല. ഇന്ന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ മരിക്കുകയായിരിക്കാം. പക്ഷേ മരിക്കുമ്പോൾ മരിക്കട്ടെ, അതുവരെ ഞാൻ ഹാപ്പി ആയിരിക്കും, അതുവരെ ഞാൻ സന്തോഷമായിരിക്കും. അതിനെക്കുറിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ മരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ചിന്ത പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള പേഷ്യൻസ്. ഇതിപ്പോൾ ഒരു ക്യാൻസർ കേസ് മാത്രമല്ല, ഏത് അസുഖമാണെങ്കിലും നമ്മുടെ ഒരു ചിന്താഗതി ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത്. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനിൽ നിന്നിട്ടും നമുക്ക് രക്ഷപ്പെടാം. താങ്ക് യു സോ മച്ച്.